ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിലെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാരാര് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും മുൻ കണ്ടസ്റ്റൻസുകളടക്കം പലരും വീഡിയോ ചെയ്യുകയും പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരുപാട് പേരെ എതിർത്തുകൊണ്ടും രംഗത്ത് വന്നു. ഇതിനിടയിൽ കുറേയധികം ആളുകൾ മാരാരുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇത് തന്നെയല്ലേ മുമ്പ് റോബിൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തു. അത് മാത്രമല്ല, കുറേ അധികം പേര് റോബിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു. കാരണം അന്ന് റോബിൻ ഇത് പറഞ്ഞപ്പോൾ അധികം ആൾക്കാരും റോബിനെ പരിഹസിക്കുകയും തള്ളി പറയുകയും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അതായത് വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനത്തെ തള്ളി പറഞ്ഞു എന്നുള്ള രീതിയിൽ വിമർശിക്കുകയാണ് ചെയ്തത്. അന്ന് റോബിൻ പറഞ്ഞത് ശരിയായില്ലേ, ഇപ്പൊ മാരാർക്കും അത് സമ്മതിക്കേണ്ടി വന്നില്ലേ എന്നുള്ള തരത്തിൽ കുറെ അധികം ആളുകൾ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. അത് മാരാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. മാരാര് ഈ വീഡിയോ വന്ന ശേഷം റോബിനും തനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറഞ്ഞു. മാരാര് വേറൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ റോബിനും പറഞ്ഞതും ഞാൻ പറഞ്ഞതും തമ്മിൽ എങ്ങനെയാ ശരിയാവുക, അതും രണ്ടും രണ്ടല്ലേ, അതെങ്ങനെ ശരിയാവുക, അവനവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അങ്ങനെ, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് വെച്ച് കളിക്കുന്നത്, ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ, അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അന്ന് റോബിനും നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട് മാരാരും മനസ്സിലാക്കുന്നില്ല? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, റോബിൻ എന്തെങ്കിലും പറയുമ്പോഴോ റോബിൻ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോഴോ ഈ മാരാര് ഇറിറ്റേറ്റഡ് ആവുന്നത് എന്തിനാണ്? മാരാരെ കുറിച്ച് ഒന്നും പറയുന്നില്ല റോബിൻ തന്റെ ഭാഗം ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. റോബിൻ ചെയ്ത വീഡിയോയിൽ റോബിൻ എന്താ പറയുന്നത്, തന്റെ ഭാഗം മാത്രമാണ് ന്യായീകരിക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളും റോബിന്റെ ഭാഗം ശരിയാണെന്നാണ് പറയുന്നത്, അല്ലാതെ മാരാരെ കുറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് മാരാർക്ക് ദേഷ്യം വരിക. അതെന്തുകൊണ്ടാണ്? മുമ്പും ഇങ്ങനെ തന്നെയാണ്. റോബിൻ മാരാരെ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ റോബിന്റെ കാര്യം ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറയുമ്പോൾ അപ്പം മാരാർക്ക് ഒരു അസ്വസ്ഥതയാണ്. അതൊരു തരം അസൂയാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഒന്നും അല്ലാതിരുന്ന ഒരു വ്യക്തിക്ക് കുറേ അധികം സപ്പോർട്ടേഴ്സിനെ കിട്ടുകയും ഇത്രയധികം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടായിക്കോട്ടെ, ചില ആളുകൾക്ക് ഇങ്ങനത്തെ ചില ദൂഷ്യവശങ്ങളും കൂടി ഉണ്ട്. അങ്ങനെ ഒരു ഇതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ റോബിൻ തന്റെ കാര്യം വിശദമാക്കിയതിന്റെ പേരിൽ ഇത്രയും ഇറിറ്റേറ്റഡ് ആവേണ്ട കാര്യമില്ല അല്ലേ? ഈ മാരാർക്ക് ഉള്ള സപ്പോർട്ടുകളോ മാരാർക്കുള്ള പിൻബലോ പിന്തുണയോ കോണ്ടാക്റ്റുകളോ ബന്ധങ്ങളോ ഒന്നും തന്നെ റോബിനില്ല. അങ്ങനെയുള്ള റോബിൻ ഇത്രയും വലിയൊരു സ്ഥാപനത്തിനെതിരെ അന്ന് ആ ബിഗ് ബോസ് ഒന്ന് ഇറങ്ങിയിട്ട് പ്രതികരിച്ചത് അല്ലേ? മുന്നും പിന്നും ഒന്നും നോക്കാതെ തൻ്റെ കരിയറിനെ കുറിച്ചോ ഭാവി ജീവിതത്തെക്കുറിച്ചോ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ തുറന്നു പറഞ്ഞു, ആരെയും ഭയപ്പെടാതെ തുറന്നു പറഞ്ഞു. പക്ഷെ മാരാർക്കെന്ന് പറഞ്ഞാൽ മാരാരെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു വിഭാഗം തന്നെ ഉണ്ട്. കാരണം മാരാർക്ക് വളരെ സിനിമയിലൊക്കെ വളരെ ശക്തമായ പിടിപാടുകളുണ്ട്. മാരാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. അതൊന്നും ഇല്ലാത്ത സീറോ ആയി നിൽക്കുന്ന റോബിൻ അത്രയും തൻ്റെ അടുത്തോടെ പ്രതികരിച്ചപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അതിനെ താഴ്ത്തിക്കെട്ടാനാണ് ശ്രമിക്കുന്നത്. റോബിന്റെ കാര്യം അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം പറയാൻ പറ്റുമോ? റോബിൻ തന്നെ പറഞ്ഞു, എനിക്ക് എൻ്റെ കാര്യം പറയാൻ കഴിയുള്ളൂ, കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ഞാനിത് ഈ മാരാര് പറഞ്ഞ സംഭവം എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരും എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് സംഭവിച്ച നീതികേടിനെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ബിഗ് ബോസിന് പല തിരിമറികളും നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മാരാര് പറഞ്ഞതിനെ അനുകൂലിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ അപ്പോഴത്തേക്ക് മാരാർക്ക് ഇറിറ്റേഷൻ വന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകൾ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ റോബിന് സപ്പോർട്ട് കിട്ടരുത് എന്നൊരു ഉദ്ദേശമാണ് മാരാർക്ക്, അല്ലാതെ വേറൊന്നുമല്ല. റോബിനെ സപ്പോർട്ട് ചെയ്യരുത്, റോബിൻ വലിയ ആൾ ആവരുത്, ഈ ഒരു വിഷയം കൊണ്ട് റോബിൻ ആളാവരുത്, എനിക്ക് തന്നെ വേണം ഇതിന്റെ എല്ലാം ക്രെഡിറ്റും എന്നുള്ളൊരു ലൈനിലാണ് മാരാര് സംസാരിക്കുന്നത്. അത് തന്നെയാണ് റിനോഷും പറഞ്ഞത്. ബിഗ് ബോസിനുള്ളിൽ ഉണ്ടായിരുന്ന ആളാണ് റിനോഷും. അന്ന് അവിടെ എന്ത് സംഭവിച്ചെന്ന് റിനോഷിനും അറിയാം, പിന്നെ റോബിനൊക്കെ ചെന്ന സമയത്ത്. അപ്പൊ തന്റെ മുന്നിൽ തനിക്ക് നേരിട്ട അനീതി പോലെ ഒരു അനീതി അവിടെ കണ്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു. അതൊന്നും പുറത്തു വന്നില്ല എന്ന് റോബിൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും പല രീതിയിൽ നല്ല രീതിയിൽ ഞാൻ അവിടെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് അത് ശരിയായില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പെരുമാറിയത് എന്ന് റോബിൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന്. അത് തന്നെയാണ് റിനോഷും പറഞ്ഞത്. അപ്പോൾ ജുനൈസിനെ കൊണ്ട് കമ്പൽസറി ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പരാതി പിൻവലിപ്പിക്കുകയായിരുന്നു എന്നാണ് റിനോഷ് വ്യംഗ്യത്തിൽ പറഞ്ഞത്. അതാണ് മാരാരെ ചൊടിപ്പിച്ചത്. റിനോഷിനെ പാൽക്കുപ്പിയാക്കി മാറ്റിയതും റിനോഷിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. റിനോഷ് ചാനലിന്റെ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ മാരാർ ഈ പറഞ്ഞതുകൊണ്ട്, ഈ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും പ്രയോജനം കിട്ടാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം നമുക്കറിയാം എല്ലാ ഫീൽഡിലും ഈ ഒരു സംഭവം നടക്കുന്നുണ്ട്.
അങ്ങനെ ഒരാൾ എന്നോട് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമ്മതമാണെങ്കിൽ മാത്രമല്ല, അല്ലാതെ ഈ പറഞ്ഞ പോലെ ബലാത്കാരം ചെയ്യുന്നല്ലോ. നിങ്ങൾക്ക് സമ്മതമാണോ, താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ആ താല്പര്യമുള്ള വ്യക്തിയാണ് സഹകരിക്കുന്നത്. അല്ലാത്തവരെന്താ പറയും, നീ പോടാ, അതുകൊണ്ട് ഈ ബിഗ് ബോസ് മാത്രമല്ല ജീവിതം, വേറെയും ജീവിതമുണ്ട്, ബിഗ് ബോസിൽ കയറിയില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയും, ഇത് മാത്രമല്ലോ ജീവിതത്തിന്റെ അവസാനം. അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് ഇല്ലെങ്കിലും വിരോധമല്ല, അതിനൊന്നും ഞാൻ തയ്യാറല്ല. നേരെ മാർഗത്തിലൂടെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോകും, നല്ല സ്ത്രീകളാണെങ്കിൽ അല്ലെ. അല്ലാത്തവരാകുമ്പോൾ എന്ത് ചെയ്യും, തങ്ങൾക്ക് കിട്ടുന്ന ഒരു വിഹിതത്തിൽ നിന്ന് കൊടുത്തിട്ടും അവരാവശ്യപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അപ്പൊ അതിന് തയ്യാറായ സ്ത്രീകൾ മാത്രമേ ഈ രംഗത്ത് വന്നിട്ടുണ്ടാവുള്ളൂ, അവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിന്റെ പേരില് പാവപ്പെട്ട കുറേ അധികം സ്ത്രീകള് ഇപ്പൊ മാനഹാനി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, റിനീഷയൊക്കെ വന്നിട്ട് പറഞ്ഞത് അവരെ വീട്ടിൽ വരെ ഭയങ്കര പ്രശ്നമായി എന്ന് പറഞ്ഞത്. അതിലും പ്രശ്നമാവുന്നത് ഇനി ആർക്കാന്നറിയോ, സാധാരണക്കാരായ പെൺകുട്ടികൾക്ക്. ഇപ്പൊ നന്ദനെ പോലുള്ള, ഗോപികയെ പോലുള്ള പെൺകുട്ടികൾക്കൊക്കെയാണ് വളരെയധികം പ്രശ്നം ചെയ്യുക. മറ്റവരൊക്കെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് ആണ്, ആൾറെഡി എല്ലാവർക്കും അറിയാം. സിനിമ സീരിയൽ രംഗത്തൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ ഇതിനു മുമ്പ് പലപ്പോഴും ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാവരും പോക്ക് കേസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, നഴ്സുമാരായാലും ശരി, സിനിമാ നടികളായാലും ശരി, സീരിയൽ നടികളായാലും ശരി, കലാരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ പൊതുവേ ഒരു വിഭാഗം ആളുകൾ പോക്ക് കേസുകളായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ പറയുന്ന എത്രയോ ആളുകൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും, എന്നാലും സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകളെ അവരെ ആ രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പൊ അവർക്കിത് കേട്ട് 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 തഴമ്പിച്ചതാണ് കലാകാരി ആയിട്ടുള്ള ആൾക്കാർക്ക്, പിന്നെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയാലും മറ്റുള്ളവരായാലും ഒക്കെ, ഇപ്പം നമുക്ക് ജാസ്മിൻ്റെ ഒക്കെ കാര്യം അറിയാം, മുമ്പേ ഇവരിതൊക്കെ കേട്ടവർക്ക് മതി വന്നതാണ്. പക്ഷേ പിന്നെ കോമണർ എന്നുള്ള ടാഗിൽ വരുന്ന പുതിയ കുട്ടികളുണ്ട് ഇപ്പോൾ അല്ലെ, അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ ബിഗ് ബോസിലെ. അങ്ങനെ വരുന്ന കുട്ടികളെ ഇത് വളരെയധികം ബാധിക്കും. കാരണം ഇപ്പം നന്ദന പറഞ്ഞു, പിന്നെ അടുക്കളക്കാരിയുടെ മോള് ബിഗ് ബോസിൽ കയറിയെന്ന് ഞങ്ങളുടെ നാട്ടുകാരെന്നെ പറയും, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഞങ്ങളുടെ നാട്ടുകാരെ അങ്ങനെയാണ് എന്ന് നന്ദന പറഞ്ഞു അല്ലേ. ഇനി ആ കുട്ടിയെ കുറിച്ച് കേൾക്കാൻ പോകുന്നത് എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കുട്ടി 100 days അവിടെ തുടരുകയാണെങ്കിൽ ആ കുട്ടി എന്തെല്ലാം പുറത്തിറങ്ങി കേൾക്കേണ്ടി വരുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതിന്റെ ജീവിതം തന്നെ മാറി മറിയും പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക്. ആളുകൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കും, അവളെ അങ്ങനെ ചെയ്തിട്ട് അവിടെ നിന്നത്, ഇങ്ങനെ ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരായി മാറുകയാണ് നിരപരാധികളായിട്ടുള്ള ആളുകൾ അല്ലേ. അപ്പൊ അത് മാത്രമാണ് അഖിലിന്റെ ഈ തുറന്നു പറച്ചിൽ കൊണ്ട് സംഭവിച്ചത്. അല്ലാതെ ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പോ അഖില് പറയുന്ന 2 പേര്, അവരെ മാറ്റി കഴിഞ്ഞാൽ ഇതേ സ്ഥാനത്ത് വേറെ 2 പേര് വരും, അവർക്കും ഇതേ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എവിടെയും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, ഏത് മേഖലയിലും ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പറഞ്ഞതെന്ന് അഖില് പറയുന്നുണ്ട്. പക്ഷേ റോബിൻ സ്വന്തം കാര്യം പറഞ്ഞപ്പോൾ, എൻ്റെ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ വിമർശിച്ചത് ചാനലിനെയും ബിഗ് ബോസിനെയും തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, നന്ദികേടാണ് കാണിച്ചതെന്ന് പറഞ്ഞു. ഈ ഒരു സംഭവം കൊണ്ട് ബിഗ് ബോസ് തകരില്ലേ? ഇനി മാനാഭിമാനമുള്ള ഒരു സ്ത്രീയും ഇതിലേക്ക് പോകാൻ 2 വട്ടം ഒന്ന് ആലോചിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയൊരു ഷോയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഈ ഹൗസിനുള്ളിലേക്ക് കയറാൻ ചുരുങ്ങിയ കുറച്ചൊരു അഭിമാനമുള്ള സ്ത്രീകൾ ഒന്നൊന്ന് അറയ്ക്കും അല്ലെ. ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെ വിചാരിക്കുമോ, ഞാനും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടാണ് പോയതെന്ന് വിചാരിക്കുമോ എന്ന് ചിന്തിക്കില്ലേ? അപ്പൊ അതാ ഷോയെ ബാധിക്കില്ല, അതാ ചാനലിനെ ബാധിക്കില്ലേ? അപ്പൊ അതാ ചാനലിനോട് എതിരെ പറയുന്നതല്ലേ, സ്ത്രീകൾക്ക് വേണ്ടിയാണ് പറയുന്നത് പറഞ്ഞാലും അത് ആ ഷോയും ചാനലിനെയും ഒക്കെ എതിർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരാള് പറയുമ്പോൾ അത് തെറ്റും, മറ്റേ ആള് പറയുമ്പോൾ അത് ശരിയും ആകുന്നത് എങ്ങനെയാണ്? എന്താണ് ഇതിന് പറയേണ്ടത്? റോബിൻ മാരാരെ കുറ്റം പറയാനല്ല, ആ ഭാഗമല്ല റിനോഷിൻ്റെത്, അത് ഉദ്ദേശിച്ചിട്ടല്ല റിനോഷിന്റെ വീഡിയോ ഷെയർ ചെയ്തത്. റോബിൻ ഒറ്റ കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ, കണ്ടോ അന്ന് റിനോഷ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നതാണ്. ആ റിനോഷിന് പോലും അറിയാം അവിടെ എന്താണ് സംഭവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യം വരാൻ വേണ്ടി മാത്രം, തൻ്റെ പാർട്ട് ക്ലിയർ ആയിരുന്നു എന്ന് ബോധ്യം വരാനാണ് അത് ഷെയർ ചെയ്തത്. പക്ഷെ മാരാരതല്ല, അപ്പോഴും വേറൊരു അർത്ഥത്തിലെടുത്തിട്ട് റോബിനെ കുറ്റപ്പെടുത്തുക ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താവശ്യത്തിനാണ്? ആള് കളിച്ചോട്ടെ, പക്ഷെ മറ്റുള്ളവരെ ചവിട്ടി തേച്ചുകൊണ്ട് ആള് കളിക്കണം. പറഞ്ഞ പോലെ അഖിലിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും അതിന് മുൻ സീസണുകൾ ഉണ്ടായിരുന്ന പല സ്ത്രീകളും പല ചോദ്യങ്ങളെ നേരിടേണ്ടി വരികയാണ്.
നിങ്ങളാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിട്ടാണോ നിന്നത്? ഇപ്പൊ നമുക്കറിയാം സൈലന്റ് ആയിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് പിടിച്ച് നിന്ന് മുന്നോട്ട് പോയ സ്ത്രീകളുണ്ട് അല്ലെ, 100 days ഒക്കെ നിന്ന സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ ഒരു 70 ദിവസമൊക്കെ നിന്ന സ്ത്രീകളുണ്ട്. അപ്പൊ അവരൊക്കെ എല്ലാവരും സംശയിക്കുകയാണ്, കണ്ടോ ഇവർ അതിൻ്റെ ഉള്ളിൽ ഒന്നും ചെയ്യാതെ പ്രേക്ഷക പിന്തുണയോ ഒന്നും ഇല്ലാതെ അങ്ങനെ നിന്ന് പോയതാണ്. അപ്പൊ എങ്ങനെ നിന്നുപോയി? അഖില് പറഞ്ഞ പോലെ നിന്ന് കൊടുത്തുകൊണ്ടായിരിക്കും പോയത്. ഒരു കാര്യമില്ലാതെ എല്ലാവരെയും സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇന്നിപ്പോ വേറൊരാൾ വീഡിയോ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു, ഇത്രയും പറയാനുണ്ടെങ്കിൽ ആ 2 പേരുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് അല്ലെ. അതുപോലെ അഖിലെന്നെ പറയുന്നുണ്ട്, ഈ ഒരു മേഖലയിൽ മാത്രമല്ല എന്തുകൊണ്ട് ഇത്ര വിമർശനം വരുന്നു. ഞാനിത് പറഞ്ഞപ്പോൾ സിനിമാ മേഖലയിലും ഉണ്ട്, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് സിനിമയിൽ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും അങ്ങനെയാണ്, ഞാനാണോ ചോദിച്ച് നടക്കേണ്ട അവസ്ഥയുണ്ടോ? അതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന സത്യാവസ്ഥയാണിത് അല്ലെ. എല്ലാ മേഖലയിലും ഉണ്ട്, സിനിമയിൽ മാത്രമല്ല. ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൽ വരെ നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ അതിന് തയ്യാറല്ലാത്തവർ പലതരത്തിലുള്ള അനീതികളും നേരിടേണ്ടി വരും, ഇല്ലാന്നല്ല, പലതരത്തിലുള്ള വിഷമങ്ങളും നേരിടേണ്ടി വരും. അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നവർ മുന്നോട്ട് പോകും, ഇതിൽ പെട്ടുപോകുന്നവർ പെട്ടുപോകും. അപ്പം ഞാൻ തയ്യാറാണെങ്കിൽ പിന്നെ അങ്ങനെ പോകുന്ന ആൾക്കാരെ കുറിച്ച് എന്തിനു പറയണം? ശരിയാണ്, ഞാൻ നിങ്ങൾ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ കുറിച്ച് പിന്നെ എന്തിനു പരാതി പറയണം? അവർക്കൊരു പരാതിയില്ല, അവരതിന് തയ്യാറായത് കൊണ്ടാണല്ലോ അവർ മുന്നോട്ട് പോയത്. പിന്നെ അതിനെക്കുറിച്ച് വേറൊരാൾ പറയേണ്ട കാര്യം. ഇനിയിപ്പോൾ 2-3 സ്ത്രീകൾ വേറെ പറഞ്ഞിട്ടുണ്ട്, ഈ ബിഗ് ബോസിലേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റും തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ രാത്രി വിളിച്ച് ശല്യപ്പെടുത്തി ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ അതിന് തയ്യാറല്ലാത്ത കൊണ്ട് അവർക്ക് ബിഗ് ബോസ് വേണ്ടാന്ന് അവർ ഓപ്പണായി പറഞ്ഞു. അതിന് തയ്യാറല്ല, അതുകൊണ്ട് ഞങ്ങൾ ബിഗ് ബോസിലേക്ക് വരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്. അപ്പം അത്രേ ഉള്ളൂ കാര്യം. സമ്മതമില്ലാത്തവർ വേണ്ട, ബിഗ് ബോസ് അല്ലല്ലോ ജീവിതത്തിന്റെ അവസാന വാക്ക്. അപ്പൊ അതൊന്നും ചിന്തിക്കാതെ എന്തോ വലിയ ആള് കളിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. അഖില് തന്നെ പറഞ്ഞു, ഞാൻ ഏഷ്യാനെറ്റിൽ പോയിട്ട് ഇങ്ങനെ ബിഗ് ബോസിലെ 2 പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെ സാമ്പത്തിക ക്രമക്കേടുകളും പിന്നെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യലും ഒക്കെ നടക്കുന്നുണ്ട് ഈ 2 പേരെന്ന് പറഞ്ഞാൽ മുന്നേ ഒരു ജീവനക്കാരി ഇതുപോലെ പരാതി കൊടുത്തിട്ട് ഒന്നും സംഭവിച്ചില്ല, അതുപോലെ തന്നെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ അഖില് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കില്ല. അവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവർ നിലനിർത്തും, അത്രയേ ഉള്ളൂ. അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ നിലനിർത്തും. ഒന്നും സംഭവിച്ചില്ല. ഇപ്പൊ നമ്മുടെ അറിവിൽ അവരെ പിരിച്ചുവിട്ടതായിട്ടോ അവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്തതായിട്ടോ അവർക്ക് എന്തെങ്കിലും എതിരെ ഒരു കേസ് വന്നതായിട്ടോ ഒന്നും നമുക്ക് അറിവില്ല. കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ബഹളം ഉണ്ടായി, കുറേ നിരപരാധികളായിട്ടുള്ള സ്ത്രീകൾ ഇതിൽ ഉൾപ്പെട്ട് അവരൊന്നും കൂടി മാനം കെട്ടു. കാരണം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു ധാരണ മറ്റുള്ളവരേക്കും കൂടി കുത്തിവെക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഇതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അഖിലിന്റെ കുറെ ആൾ കളിക്കാൻ ശരിയായിരിക്കും, എല്ലാം തികഞ്ഞ ആൾക്കാരുണ്ടാവില്ല. പക്ഷെ അഖിലിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം തികഞ്ഞ ആളാണ്, ഞാൻ പറയുന്നതാണ് 100% ശരി, മറ്റുള്ളവരെല്ലാം എൻ്റെ കാൽ കീഴിൽ നിൽക്കുന്ന ആളാണ്. തൻ്റെ ഭാഗം ന്യായീകരിച്ച ഒരു വ്യക്തി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ സാമ്പത്തിക കാര്യങ്ങൾ എനിക്കറിയാമെന്നാണോ പറയണ്ടേ? ഞാൻ ഗൾഫിൽ പോയപ്പോൾ റൂബിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാം, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ എനിക്കറിയാം, എന്നെ കൊണ്ടതൊന്നും പറയിപ്പിക്കരുത്. അതൊക്കെ ഒരു മര്യാദകേടല്ലേ? എല്ലാവരും അഖിലിനെ പോലെ എല്ലാം തികഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരുമോ? അഖിലിന്റെ സാമ്പത്തികം ചിലപ്പോൾ റൂബിനുണ്ടാവില്ല. അഖിൽ എത്രയോ ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ പിന്നെ സിനിമാ ഫീൽഡിലുണ്ട് അല്ലെ. ആ ഒരു സാമർത്ഥ്യമോ വാക്ചാരുതയോ ഒന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ആ വാക്ചാരുതയിൽ പലരെയും വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും അഖിലിനെ. പല കാര്യങ്ങളും പറഞ്ഞ് തർക്കിച്ച് ജയിക്കാൻ കഴിയുന്നുണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു നുണയെ സത്യമാക്കി മാറ്റാനും അഖിലിന് കഴിയും സംസാരിച്ചിട്ട്. എല്ലാവർക്കും അത് കഴിയുന്നില്ല. ചിലപ്പോൾ സത്യം പറഞ്ഞാൽ പോലും അത് നുണയായി പോകും അഖിലിന്റെ അടുത്ത് തർക്കിച്ചു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറഞ്ഞാല്. അപ്പൊ അങ്ങനെയൊക്കെ കഴിവുള്ള ഒരു വ്യക്തി മറ്റുള്ളവരെ പുച്ഛിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്നതിനോടാണ് എനിക്ക് യോജിക്കാൻ കഴിയാത്തത്. എല്ലാ ഗുണങ്ങളും തികഞ്ഞൊരു വ്യക്തിയാണ് അഖിലെന്ന് സമ്മതിച്ചു. പക്ഷേ മറ്റുള്ളവരെന്തും ചവിട്ടിത്തേക്കണം, ഞാൻ വലിയ ആളാണ്, ഞാൻ എന്തോ മഹാസംഭവമാണ്. പക്ഷെ അങ്ങനെ ഇരുന്നോട്ടെ, അത് മറ്റുള്ളവരെ ചവിട്ടിത്താക്കാനുള്ള ഒരു ഇതായിട്ട് ഉപയോഗിക്കണോ? മാരാരെ പറ്റി ഒന്നും റൂബിൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും. അദ്ദേഹം താൻ ചെയ്തത് ശരിയാണ്, താൻ അന്ന് ഇതല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അഖിലിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതെനിക്കറിയില്ല, അത് അഖിൽമാരാർക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അഖിലിനെ കുറ്റപ്പെടുത്തുകയോ അഖില് പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്നതിന് ന്യായം ഉണ്ടായിരുന്നു.
അതൊന്നും ഇല്ലാത്ത കാര്യത്തിലാണ് ഈ പറയുന്നത് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ റിനോഷ് പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മറ്റുള്ളവരുടെ വളർച്ചയില്, മറ്റുള്ളവരുടെ നേട്ടങ്ങളില് എന്നെക്കാൾ മുൻപന്തിയിൽ വേറൊരുത്തൻ വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയിലൊക്കെ അഖില് വളരെ ഒരു ഇതായിട്ടാണ് പെരുമാറുന്നത് എനിക്ക് തോന്നിയില്ല. കാരണം തന്നെക്കാൾ മറ്റൊരാൾ വലിയവൻ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം മനസ്സ് ഇടുങ്ങിയതാണ് അഖിലിൻ്റെതെന്ന് തോന്നുന്നു. എന്തൊക്കെ കഴിവുണ്ടായാലും ആ ഒരൊറ്റ കാര്യം പോരെ. അതല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കുറവ്, മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കുറവ് മനുഷ്യന്റെ, അല്ലേ? അപ്പൊ അത് ഉള്ള ഒരു മനുഷ്യനാണെന്ന് സ്വയം അംഗീകരിക്കണം. അവനവന് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കണം. എനിക്ക് തെറ്റ് പറ്റി, ഞാനും എല്ലാം കൊണ്ടും പൂർണ്ണനല്ല, എനിക്കും തെറ്റ് പറ്റും എന്നുള്ളത് സമ്മതിക്കണം. അതുപോലെ തന്നെ റിനോഷ് സ്വിഗ്ഗിന്ന് വാങ്ങി കഴിക്കുക, അമ്മ വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ ആയിരിക്കണം. അദ്ദേഹത്തിന് അമ്മ വെച്ച് കൊടുക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്ന് എത്രയോ മക്കൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അങ്ങനെ തന്നെയാണ്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ അഖിലിന് കഞ്ഞി ചമ്മന്തിയാണ് ഇഷ്ടം പറഞ്ഞാൽ എല്ലാവരും അത് കഴിച്ചോളാം നിർബന്ധമുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അവർക്ക് പുറത്തുനിന്ന് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാനിവിടെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയ്യോ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ഞാൻ ഇരുന്ന് മുഴുവൻ കഴിച്ചു തീർത്തോളാം എന്ന് അവർ ചിന്തിക്കില്ല. അവർ പുറത്തു പോയി അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കും. അതിനൊക്കെ പറയേണ്ട കാര്യം എന്താണ്? പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ, നേരാണോ, നുണയാണോ എന്നുള്ളതല്ലേ പറയേണ്ട കാര്യമുള്ളൂ. അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവരുടെ സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ അതൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ഇടപാടല്ലേ. ഞാൻ വലിയവൻ, മറ്റുള്ളവരൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ തന്നെയല്ലേ. എല്ലാവരും മിടുക്കന്മാരാവില്ല അഖിലേ. എല്ലാവർക്കും കുറ്റവും കുറവുകളും ഒക്കെ ഉണ്ടാവും. അഖിലെ പോലെ എല്ലാം തികഞ്ഞ ആളുകൾ ഉണ്ടാവില്ല. അതും കൂടി മനസ്സിലാക്കണം. ഈ ഒരു സംഭവം കൊണ്ട് എന്ത് നേട്ടം അഖിൽ ഉണ്ടാക്കിയെന്നും കൂടി അഖിൽമാരാര് പറയണം. ശരിക്കും ഈ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിച്ചതിലൂടെ എന്ത് നേട്ടമാണ് ബിഗ് ബോസിൽ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അഖിൽ ഉണ്ടാക്കി കൊടുത്തത്? ചീത്തപ്പേരല്ലാതെ എന്തുണ്ടാക്കി കൊടുത്തു? എന്തെങ്കിലും ഒരു നേട്ടം പറയാൻ കഴിയുമോ ഇതിലൂടെ? ഒന്നും പറയാൻ കഴിയില്ല. ഇനി വരുന്ന സ്ത്രീകള് ഒന്നും മടിക്കും. ചില ആളുകൾക്കെങ്കിലും സാമ്പത്തികമായിട്ടൊരു ഭദ്രത വരും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ. അത് പ്രതീക്ഷിച്ചിട്ടാണ് പല ആളുകളും, അത് പിന്നെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പലരും ബിഗ് ബോസിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കിട്ടുമല്ലോ. ഒരു 70 ദിവസം നിന്നാൽ, ഒരു 50 ദിവസം നിന്നാൽ ഒരു സംഖ്യ ഒന്നാകെ കിട്ടുകയാണ്. അത് തങ്ങളുടെ ഭാവി ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന കരുതിയിട്ടാണ് പലരും നെഗറ്റീവ് ആകുമെന്ന് അറിഞ്ഞിട്ട് കൂടിയിട്ട് ഇതിനുള്ളിലേക്ക് വരുന്നത്. തങ്ങളുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തു എന്ന് മാത്രമേ പറയാനുള്ളൂ. സമൂഹത്തിന്റെ മുന്നിൽ ഇതിനുള്ളിലേക്ക് വരുന്ന സ്ത്രീകൾ അത്രയും ചീത്തയാണെന്നുള്ളൊരു മെസ്സേജും കൂടി കൊടുത്തു. അതാണ് ഇതുകൊണ്ടുണ്ടായത്. അല്ലാതെ ഒരു പ്രയോജനം ഇതുകൊണ്ടുണ്ടായില്ല. ഇതിങ്ങനെ രണ്ടുപേരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഇത് ഞാൻ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായാലേ. ഏഷ്യാനെറ്റിലോ ബിഗ് ബോസിലോ എൻ്റെ മോൾ ഷൈനിലോ പോയി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ രണ്ടുപേരെ അവിടുന്ന് എടുത്ത് മാറ്റിയേനെ. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്, ആവർത്തിച്ചാൽ ഞാൻ ഇതുപോലെ പ്രതികരിക്കുന്നു പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവര് ഇരു ചെവി അറിയാതെ മാറ്റി കളഞ്ഞേനെ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും അതൊക്കെ നിലനിന്ന് പോകുന്നു. നഷ്ടങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മത്സരിച്ച് സ്ത്രീകൾക്ക് മാത്രം, അവർക്കും അവരുടെ കുടുംബത്തിനും. നാളെ മേലാക്കം ഇവരുടെയൊക്കെ മുഖത്തൊക്കെ നീ ഇങ്ങനെയല്ലടി, ഇപ്പോൾ റെനീഷയോട് ചോദിച്ച പോലെ ഇതിനുള്ളിൽ വന്നുപോയ എല്ലാ സ്ത്രീകളോടും നീ ഇങ്ങനെയല്ലടി സമ്പാദിച്ചെന്ന് ചോദിക്കും. സാധാരണക്കാരായ സ്ത്രീകൾക്ക് അത് നേരിടാൻ കഴിയില്ല. അപ്പം നന്ദനയൊക്കെ പുറത്ത് വരുമ്പോൾ എന്തെല്ലാം നേരിടേണ്ടി വരുന്ന അഖിൽമാരാർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അഖിൽമാരാർക്കൊരു ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ആ കുട്ടി ഇനി അനുഭവിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിൻ്റെ നാട്ടിലെ ഒരു നാട്ടും പ്രദേശമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഏതൊക്കെ തരത്തിൽ അതിനെ കാണും മനുഷ്യരെ, അതിനോട് ഏതൊക്കെ തരത്തിൽ പെരുമാറും എന്നുള്ളത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥ. അതും കൂടി ചിന്തിച്ചിട്ട് വേണം വർത്താനം പറഞ്ഞ്. ഈ കുറ്റം പറയുന്നവരെ എല്ലാം അടച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത്.